പ്രണയം നമുക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ അല്ലെ? പ്രണയം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രണയിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ജീവിതം നമുക്ക് സ്വർഗമാക്കണമെങ്കിൽ റബ്ബിനെ നമ്മൾ പ്രണയിക്കണം. കാരണം ഞാൻ അത്ഭുതത്തോടു കൂടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവം നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരയുന്നുണ്ടോ? എന്നെ വലിച്ചെറിയരുതേ, എന്നെ വലിച്ചെറിയരുതേ, ഞാൻ കരിഞ്ഞു പോകുമേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി തങ്ങൾ കരയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കരയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചത് അപ്പോഴെന്താണ്? എൻ്റെ റബ്ബിന്, എൻ്റെ പ്രണയിനിയാകുന്ന എൻ്റെ റബ്ബിന് അതാണ് താല്പര്യമെങ്കിൽ, അതാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രണയിക്കുന്നത് റബ്ബിനെയാണ്, റബ്ബാണ്. ഇബ്രാഹിം നബിയുടെ ഹൃദയത്തിൽ എപ്പോഴും റബ്ബാണ്. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു രംഗമുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, എനി ഹെൽപ്പ്, വല്ല സഹായവും വേണോ ഇബ്രാഹിം നബിയെ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന ഒരു മറുപടി ഉണ്ട്, വേണ്ട, നിങ്ങളിലേക്ക് എനിക്ക് ആവശ്യമില്ല, എനിക്ക് എൻ്റെ റബ്ബുണ്ട്, റബ്ബിലേക്ക് ആവശ്യമുണ്ട്. അതായത് പ്രണയം റബ്ബിനോടാണ്, വേറെ ആരുടെയും ആവശ്യം എനിക്കില്ല എന്ന രൂപത്തിൽ ഒരു മറുപടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രംഗം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹൃദയത്തിൽ റബ്ബ് കയറിയാൽ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ, അള്ളാഹുവിനെ പ്രണയിനിയായി നമ്മൾ സ്വീകരിച്ചാൽ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പാഠം നമുക്ക് വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റബ്ബിനെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചു നോക്കൂ. റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികൾ നമുക്ക് വന്നാലും അതൊന്നും എനിക്കോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കയറണം, റബ്ബിനോടുള്ള സ്നേഹം വേണം. എന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് സ്വർഗമാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.